Hello guys, welcome to my channel. എൻ്റെ പേര് അശ്വതി വിശാൽ. ഞാനൊരു ലൈഫ് സ്റ്റൈൽ യൂട്യൂബർ ആണ്. ഇന്നത്തെ വീഡിയോ IKEA haul വീഡിയോ ആണ്. IKEA എൻ്റെ ഫേവറേറ്റ് സ്റ്റോർ ആണ്. The reason being affordable, stylish, Scandinavian. IKEA സ്റ്റോറിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഒബ്സർവ് ചെയ്യും. എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ പ്രൊഡക്ട്സ് ഉണ്ട്. മിനിമം ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസീവ് അല്ലാത്ത ഐറ്റംസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. എക്സ്പെൻസീവ് ആയിട്ട് വളരെ പോഷ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസും അവൈലബിൾ ആണ്. എന്തെല്ലാം രീതിയിലായിട്ടുള്ള നിങ്ങൾക്ക് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഉണ്ട് ഒരു വീട് ഫുള്ള് നല്ല രീതിയിലായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും അത്രയും ഒരു വലിയ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ IKEA haul വീഡിയോ. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. സ്റ്റാക്കബിൾ സ്റ്റൂലാണിത്. ഇത് ഒരെണ്ണം ആണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. ഇത് ഞാൻ മെയിൻലി കിച്ചൺ യൂസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. കിച്ചണിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇരിക്കണമെന്ന് തോന്നി എങ്കിൽ ഇരുന്ന് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ സിംപ്ലി ആരെങ്കിലും എക്സ്ട്രാ പേഴ്സൺ ഉണ്ട് കിച്ചണിലുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗമാവും. അതുപോലെ ഞാനിത് ഹൈറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹൈറ്റഡ് ആയിട്ടുള്ള വസ്തു എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് യൂസ് ചെയ്യാം ആസ് എ സ്റ്റൂൾ. പക്ഷെ എനിക്ക് അത്രയ്ക്കും സേഫ് ആയിട്ട് തോന്നിയില്ല, കാരണം കുറച്ച് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ഇരിക്കാൻ മാത്രം വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അസംബ്ലി ആവശ്യമുണ്ട്, പക്ഷേ ഇതിൽ സ്ക്രൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. വളരെ ചീപ്പാണ്, 15 dirhams മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ ഇത് സ്റ്റാക്കബിൾ ആണ്. നിങ്ങൾ 2-3 ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചിട്ട് അധികം സ്പേസ് എടുക്കില്ല. ഞാൻ കുറേ നാളായിട്ടൊരു വെള്ള കളറിൻ്റെ ബാത്ത് മാറ്റ് വേണമെന്ന് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് IKEAയിൽ ഞാനിത് കണ്ടത്. 9 dirhamത്തിന് ഈ ഒരു നല്ലൊരു ബാത്ത് മാറ്റാണ്. ക്വാളിറ്റി നല്ലതാണ്, അതും നല്ല അണ്ടർ ഗ്രിപ്പ് ഉണ്ട്. ഇത് ഒരിക്കലും ഇങ്ങനെ സ്ലിപ്പ് ആവാനുള്ള മൂവ് ആവാനുള്ള ചാൻസസ് കുറവാണിത്. ഇതാണ് എൻ്റെ IKEAയിൽ നിന്ന് വാങ്ങിച്ച ഏറ്റവും ഫേവറേറ്റ് ഐറ്റം. കറാഫ് ഗ്ലാസ് ആണിത്. ഇതിൻ്റെ ബോട്ടലിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പാണ്. ഇത് മോസ്റ്റ്ലി ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ വാട്ടർ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ്. പക്ഷേ ഞാനിത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു 1 liter ജാറാണ്. സോ ഡെയിലി നമുക്കൊരു 3 liter വാട്ടർ കൺസംഷൻ മിനിമം ആവശ്യമുണ്ട്. സോ ഇതൊരു നല്ല കൗണ്ടിന് വേണ്ടിയിട്ട് വെക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ലെമൺ സ്ലൈസസ് ഒക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. സോ കുറച്ചും കൂടി ഇൻസ്പയർ ആവും കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലിഡ് എന്ന് പറയുന്നത് ഒരു സിലിക്കോൺ ലിഡാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ലീക്ക് ആവാൻ ചാൻസസ് ഇല്ല. പക്ഷേ ഇത് ഞാൻ എവിടെയും ക്യാരി ചെയ്യില്ല, കാരണം കുറച്ച് ഹെവിയാണ് ഈ ഗ്ലാസ്. നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ്. ഇത് ടീ ടവൽസ് ആണ്. IKEAയിൽ പോകുമ്പോൾ മാക്സിമം ടീ ടവൽസ് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് ആണ് ഇതിൽ കിട്ടുന്നത്. ഇത് മെയിൻലി ഞാൻ കൈ തുടയ്ക്കാനും ഡിഷസ് ഡ്രൈ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് 9 dirhamത്തിൽ 4 pieces കിട്ടി. 'ഇതൊരു സ്പ്ലർജ് ഐറ്റമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഭംഗി തോന്നി. പിന്നെ നമ്മൾ ഈ കുക്കി ബോക്സസ്, ടിൻ ബോക്സസ് ഒക്കെ നമ്മൾ കാണാറില്ലേ, കുക്കീസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു ബോക്സാണ് ഇത്. ടിൻ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കേണ്ടതാണ്. സോ ഇതിൽ നമുക്ക് സ്നാക്സ് അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഞാനിതിൽ സ്നാക്സ് ആണ് വെച്ചിരിക്കുന്നത്. 2 boxes ആണ് ഇതിൽ കിട്ടുന്നത്. സോ ഒരു ബോക്സിൽ ഞാൻ സ്നാക്ക് ഐറ്റം, അടുത്ത ബോക്സിൽ ഞാൻ ടീസ് ആണ് വെക്കുന്നത്. 39 dirhamത്തിനാണ് ഈ 2 ടിൻ ബോക്സസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. IKEAയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് കാണാൻ പറ്റും. ഇത് എസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ച ഒരു ബോക്സ് ആണ്. ബേസിക്കലി ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ബോക്സ്, നമ്മൾ നോർമൽ സ്റ്റോറേജ് ബോക്സ് വാങ്ങിക്കുന്ന പോലത്തെ ഒരു ടിൻ മെറ്റീരിയലുള്ള ഒരു ബോക്സ് ആണ്. അതുകൊണ്ട് ഞാനിത് പ്യുവർലി എസ്തെറ്റിക്, കിച്ചൺ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച 2 ബോക്സാണിത്. ഇതൊരു ക്യാൻഡിൽ ഡിഷാണ്, ക്യാൻഡിൽ ട്രേ എന്നൊക്കെ പറയാം. ഇതിൽ പെർഫെക്റ്റ് സൈസാണ്. 2 to 3 candles ഒക്കെ നമുക്ക് ഇതിന് മുകളിൽ വെക്കാൻ പറ്റും. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ ട്രേ പോലെയാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാൻ സോൾട്ട്, ചെറിയ പ്ലാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഫങ്ഷണലാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഭക്ഷണം വെക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്പൂൺ, നൈഫ് ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ട്ലറി ഹോൾഡറാണിത്. ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഹോൾസ് ഉണ്ട്. സോ വെള്ളമുള്ള സ്പൂൺസൊക്കെ വെക്കുകയാണെങ്കിൽ അത് താഴെ ഒലിച്ചു പോകും. നമ്മുടെ കിച്ചൺ ഷെൽഫിൽ നല്ല ഹൈറ്റ് ഉള്ളൊരു ഷെൽഫാണ്. നമ്മുടെ കിച്ചൺ ആകെ ഒരു ചെറിയ കിച്ചണാണ്. സോ അതുകൊണ്ട് തന്നെ ഈ യൂട്ടൻസിൽസും ബൗൾസും പ്ലേറ്റ്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹൈറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കിച്ചൺ ഷെൽഫ് ഇൻസേർട്ട് വാങ്ങിച്ചത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും നല്ല സ്റ്റേഡിയാണ്. ഗ്ലാസ് ബൗൾസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കിച്ചൺ ഷെൽഫ് ഇൻസേർട്ടാണ്. ഇങ്ങനത്തെ ഷെൽഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ള ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടി സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്കുള്ള ഗ്ലാസ് ബൗൾസും ഗ്ലാസ് ജാർസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വിസിബിൾ ആവും. അപ്പോൾ എടുക്കാനും എളുപ്പമായിരിക്കും. നമ്മുടെ ഡിഷ് വാഷിംഗ് ഏരിയയിൽ ഒരു ചെറിയ മേജർ പ്രോബ്ലം ആയിരുന്നു. ഈ സ്പോഞ്ചസും സോപ്പിൻ്റെ ലിക്വിഡ് ബോട്ടിൽസും ഒക്കെ വെക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ താഴെ സ്ലിപ്പായി വീഴും, പൊട്ടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സക്ഷൻ ട്രേ ആണ് നമ്മൾ ഐക്കിയയിൽ പോയപ്പോൾ കണ്ടത്. വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് നമുക്ക് തോന്നി. കാരണം ഈ നമ്മുടെ ടൈൽസ് ഒക്കെ ഇട്ട ഒരു കിച്ചണിൽ പിടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹുക്ക് സിസ്റ്റമാണ് സക്ഷൻ കപ്സ്. ഈ സക്ഷൻ കപ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ താഴെ ഡ്രെയിനേജിന് വേണ്ടിയിട്ടൊക്കെ ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെറ്റായിട്ടുള്ള സ്പോഞ്ചസും ഇങ്ങനത്തെ ഡിഷ് വാഷിംഗ് ബോട്ടിൽസ് ഒക്കെ വെക്കാനായിട്ട് ആപ്റ്റാണ്. ഇതിനെ പറയുന്നതാണ് സ്ക്വീജി. ഇത് മെയിൻലി ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് കിച്ചൺ കൗണ്ടർ ടോപ്പ് സ്വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. വിൻഡോ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെ ഓയിൽ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ സോപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതൊരു ഡിഷ് വാഷിംഗ് ബ്രഷാണ്. പക്ഷെ ഇത് ഞാൻ മെയിൻലി ബേസിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. ഇതിൻ്റെ കോസ്റ്റ് വെറും 1 dirhams. ഐക്കിയയിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. അവിടുത്തെ ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പോൾ പുതിയ വന്നതാണ്. ഇപ്പോൾ ഓറഞ്ച് ഫ്ലേവേഴ്സ്, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ്, ബെറി ഫ്ലേവേഴ്സ് ഒക്കെ ആയിട്ടുള്ള പുതിയ ഒരു ഐക്കിയ ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തത് ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ഓറഞ്ച് ആയിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓറഞ്ചിൻ്റെ ഫ്ലേവേഴ്സും ആൽമണ്ട്സ് പീസസും ഒക്കെ ഉള്ളൊരു ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ കോസ്റ്റും അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. 6 dirhams 5 dirhams അങ്ങനത്തെ ഒക്കെ ഒരു കോസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ്സിനുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഐക്കിയയിൽ പോയിട്ട് ടീ കളക്ഷൻ വാങ്ങിക്കുന്നത്. ഇവരുടെ കുറേയധികം ഫ്ലേവേഴ്സ് അവൈലബിൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പാക്കറ്റാണ് വാങ്ങിച്ചത്. ആദ്യത്തെ പാക്കറ്റാണ് പെപ്പർമിൻറ്റ് ടീ വിത്ത് കക്കാവോ നിബ്സ്, വേറെ വൈറ്റ് ടീ വിത്ത് ചെറി ബ്ലോസം. രണ്ടും അടിപൊളി ഹെർബൽ ഇൻഫ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ പെപ്പർമിൻറ്റ് ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ ബോയിലിംഗ് വാട്ടർ ആണ് ഈ ഒരു ടീ ലീവ്സിൽ ഇടുന്നത്. ഇതിൽ നമ്മൾ ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫ്ലേവേഴ്സാണ്. പെപ്പർമിൻറ്റ് എന്ന് പറയുന്ന ഫ്ലേവർ തന്നെ ഭയങ്കര രസമാണ് വിത്ത് കൊക്കോ. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിസ്മസി ഫീലിംഗ് അല്ലെങ്കിൽ നല്ലൊരു വിൻ്റർ നൈറ്റ്സിലൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചായ അല്ലെങ്കിൽ നല്ലൊരു ടീ ആണിത്. ഐക്കിയയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവിടെയും അവൈലബിൾ ആണ്. ചില കൺട്രീസിലൊക്കെ ഇതിനേക്കാളും കൂടുതൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് ഇത്തിരി കുറവായിരിക്കും. ഡിപ്പെൻഡ്സ് ഏത് കൺട്രിയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് ബൈ.